എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു കാലഘട്ടം പൗലോസ്ലിഹ സഭയോട് പറയുന്നുണ്ട്, ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, തിന്മയുടെ ഒരു കാലത്തിലാണ്. എല്ലാ കാലഘട്ടത്തിലും തിന്മകളുണ്ട്. എന്നാൽ നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ അതിൻ്റെ തീവ്രത ഒരുപാട് വർദ്ധിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ലോകമെമ്പാടും സകലവിധ വഷളത്തരങ്ങളും ദുഷിപ്പുകളും മ്ലേച്ഛതകളും അരാജകത്വങ്ങളും അവിശ്വാസവും എന്നു വേണ്ട എല്ലാവിധത്തിലുള്ള ദുഷിപ്പുകൾ ഇന്ന് സീമാതീതമായി പെരുകി 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 അതിൻ്റെ ക്ലൈമാക്സിലെത്തിയിരിക്കുകയാണ്. സഭയിൽ പോലും ഇന്നൊരുപാട് പ്രശ്നങ്ങളും അസ്വസ്ഥതകളും, കർത്താവിനോട് എതിർ സാക്ഷ്യം നൽകുന്ന ഒരുപാട് സഭാമക്കളെ വേദനിപ്പിക്കുന്ന പല അനുഭവങ്ങൾ നമ്മൾ സഭയിൽ പോലും കാണുന്നു. നമ്മുടെ കുടുംബങ്ങൾ കൊടിയ തകർച്ചയിലാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും വിശ്വാസമില്ലാതെ ജഡീകരായി ജീവിക്കുന്നു. കർത്താവും കർത്താവിൻ്റെ വചനവുമായൊരു ബന്ധവുമില്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളും നിറങ്ങളും കണ്ട് ജീവിക്കുന്ന മായാലോകത്തിലെ മക്കളായി മാറുന്ന കാഴ്ചകൾ നമ്മളിന്ന് കാണുന്നുണ്ട്. എത്രയോ സങ്കടകരമായൊരവസ്ഥയാണ്. ഒരുപാട് മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ ഓർത്ത് ചങ്ക് പൊട്ടി കരയുന്നു. പ്രതീക്ഷ നഷ്ടപ്പെട്ട മാതാപിതാക്കള്, മക്കളെ പ്രതിയുള്ള സ്വപ്നങ്ങളൊക്കെ അസ്തമിച്ചു പോയ അനേകം മാതാപിതാക്കള്, ഒരുപാട് ലാളിച്ചും സ്നേഹിച്ചും വളർത്തി വലുതാക്കിയ മക്കള് തങ്ങളെ അതികഠോരമായി വേദനിപ്പിച്ചതിൻ്റെ പേരിൽ മാനസിക രോഗികളായി തീർന്ന, കഠിന വ്യാധികളിൽ അകപ്പെട്ടുപോയ അനേകം മാതാപിതാക്കള്. ഇതൊന്നും പഴങ്കഥകളല്ല. നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പച്ചയായ അനുഭവങ്ങളാണ്. എൻ്റെ സഹോദരങ്ങൾ, ഇതൊന്നും അവിചാരിതമല്ല. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അപ്പോസ്തലൻ പൗലോസ് സഭയോട് പ്രവചിച്ചു. അവസാന നാളുകളിൽ യുഗാന്ത സഭയിൽ തിമോത്തിയോസിന് 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 1-2 വചനങ്ങളാണ്. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. എല്ലാവരും ശ്രദ്ധാപൂർവ്വം വചനം വായിച്ച്. ക്ലേശപൂർണമായ സമയങ്ങൾ വരും എന്ന് പറഞ്ഞേ. ക്ലേശപൂർണമായ സമയങ്ങൾ വരും. ക്ലേശപൂർണമായ സമയങ്ങൾ. എൻ്റെ സഹോദരങ്ങൾ, നമ്മൾ ആ സമയത്തിലാണ് ആയിരിക്കുന്നത്. വളരെ ക്ലേശമാണ് ഈ കാലഘട്ടത്തിൽ സത്യവിശ്വാസം ജീവിക്കുവാൻ, കർത്താവിൻ്റെ പരിശുദ്ധിയിൽ നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ ഒരുപാട് പ്രയാസകരമായ ഒരു കാലമാണിത്. ദൈവവചനത്തെ മുറുകെ പിടിച്ച് ദൈവവചനത്തെ കാക്കുന്നവരായി ഈ വചനത്തെ എവിടെയും പ്രഘോഷിക്കുവാൻ ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു സമയമാണിത്. എൻ്റെ സഹോദരങ്ങളെ, ക്ലേശപൂർണമായ നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് കഷ്ടതകളും ക്ലേശങ്ങളും ഉണ്ട്. ഐക്യവും സ്നേഹവും കൂട്ടായ്മയും നഷ്ടപ്പെട്ട ഒരുപാട് ക്രൈസ്തവ കുടുംബങ്ങൾ, ക്ലേശപൂർണമായ സമയങ്ങൾ. തുടർന്ന് പൗലോസ്ലിഹ സഭയെ പഠിപ്പിച്ചു 2-ാം തിരുവചനത്തിൽ. ആ കാലയളവിൽ അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും. വളരെ വ്യക്തമായി ആത്മാവ് പഠിപ്പിക്കുകയാണ്. ആ കാലയളവിൽ മാതാപിതാക്കന്മാരെ അനുസരിക്കാത്ത മക്കളുണ്ടാകും. എങ്ങും അനുസരണക്കേടുകൾ ഉണ്ടാകും. മാതാപിതാക്കൾ അനുസരിക്കാത്ത മക്കള്. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ ഈ അനുസരണക്കേടിന്റെ കൊടിയ തകർച്ചയിലാണ്. അപ്പനെ അനുസരിക്കുന്നില്ല, അമ്മയെ അനുസരിക്കുന്നില്ല. സഹോദര ബന്ധങ്ങളിൽ ഈ അനുസരണക്കേടിന്റെ പൈശാചിക പീഡ കാണാൻ പറ്റും. നമ്മുടെ സഭയിൽ ഒരുപാട് അനുസരണക്കേടിന്റെ പ്രതിഫലനങ്ങൾ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂട്ടായ്മകൾ പലപ്പോഴും അനുസരണക്കേടിന്റെ അരൂപിയിൽ ഇന്ന് നയിക്കപ്പെടുന്നു. എത്ര കൃത്യമായിട്ടാണ് പരിശുദ്ധാത്മാവ് തന്റെ സഭയെ അറിയിച്ചത്. അവസാന നാളുകളിൽ യുഗാന്ത സഭയിൽ അനുസരണക്കേടുകൾ
അധികമായി വർദ്ധിക്കും. മാതാപിതാക്കന്മാർ അനുസരിക്കാത്ത മക്കള്, അധികാരികൾ അനുസരിക്കാത്തവരെ, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് ഒരുപാട് നമുക്ക് ഈ തകർച്ച കാണാനായിട്ട് കഴിയും. ഈ ഒരു സമയത്തിൽ ഞാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ പ്രധാന ഉത്തരവാദിത്വം എന്താണ്? പരിശുദ്ധാത്മാവ് ഈ ഒരു വിഷയത്തിലേക്കാണ് ഇന്ന് നമ്മെ നയിക്കുന്നത്. അനുസരണക്കേടിന്റെ അരൂപി നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ തലമുറയിൽ എന്താണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്? എല്ലാവരും ശ്രദ്ധിക്കണമേ. എന്താണ് സ്വർഗം നമ്മോട് ആവശ്യപ്പെടുന്നത്? നമ്മുടെ കർത്താവ് പറഞ്ഞു, ശിലുക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 28-ാം തിരുവചനം. അവരുടെ നേരെ തിരിഞ്ഞ് യേശു പറഞ്ഞു, ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, അനുസരണക്കേടിന്റെ ദുരാത്മാവ് വളരെ പ്രബലതയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ തലമുറയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമ്മൾ അറിയിക്കുകയാണ്, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കരയുക. ദൈവസന്നിധിയിൽ, ദൈവസന്നിധിയിൽ നമ്മുടെ തലമുറകളെ ഓർത്ത് നിലവിളിക്കുക. കർത്താവിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കുക. കർത്താവിന്റെ കാരുണ്യത്തിന് വേണ്ടി യാചിക്കുക. യേശു പറഞ്ഞു, നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുവിൻ, നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുവിൻ. ഞാൻ ഇനി വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിന്റെ ഹൃദയത്തെ വല്ലാതെ ഈ വചനത്തിൽ എന്നെ സ്ഥിരീകരിച്ചു. നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുക. ഓരപ്പനോടും അമ്മയോടും എന്താണ് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്? നിന്റെ തലമുറകളെ ഓർത്ത് കരയുക. നിന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് നീ കരയുക. ദൈവസന്നിധിയിൽ കരയുക. അവിടെ ഇവിടെയും പോയല്ല കരയേണ്ടത്, കർത്താവിന്റെ മുൻപിൽ കരയണം. കർത്താവിന്റെ തിരുസന്നിധിയിൽ ചങ്ക് പൊട്ടി കരഞ്ഞ് നിലവിളിക്കുക. തലമുറകളെ ഓർത്ത് കരയുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. 127-ാം സങ്കീർത്തനം 3-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, തലമുറകൾ ദൈവത്തിന്റെ ദാനമാണ്. സഹോദരങ്ങളെ, തലമുറകൾ കർത്താവിന്റെ ദാനമാണ്. കർത്താവിന്റെ ദാനമാണ്. കർത്താവിന്റെ ദാനമാണ് മക്കൾ. ഉദരഫലം ഒരു സമ്മാനവും. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച്, നമ്മുടെ തലമുറകള് കർത്താവിന്റെ ദാനമാണ്. പരിശുദ്ധാത്മാവിന്റെ അത്ഭുതമാണ് നമ്മുടെ തലമുറകള്. ഈ തലമുറകളെ ഓർത്ത് കരയുവാൻ, ദൈവസന്നിധിയിൽ നിലവിളിയോടെ കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ആ തലമുറകൾ ഒരിക്കലും നശിച്ചു പോകാൻ കർത്താവ് അനുവദിക്കുകയില്ല. എത്ര പേര് വിശ്വസിക്കുന്നവർ ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ? നിലവിളിച്ച്, ദൈവസന്നിധി നിലവിളിച്ച് തന്റെ തലമുറകൾക്ക് വേണ്ടി ആരെല്ലാം കരഞ്ഞു പ്രാർത്ഥിക്കുന്നുവോ അവരുടെ തലമുറകൾക്ക് ആത്മനാശം സംഭവിക്കുകയില്ല. അവരുടെ തലമുറ തകർന്നു പോവുകയില്ല. അത് നശിച്ചു പോകാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കുകയില്ല. നമ്മുടെ തലമുറകളെ കുറിച്ച് പരിശുദ്ധാത്മാവിന് കൃത്യമായൊരു പദ്ധതിയുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണമേ. നമ്മുടെ തലമുറകളെ കുറിച്ച് ആത്മാവിന് കൃത്യമായൊരു പദ്ധതിയുണ്ട്. എന്താണ് ആ പദ്ധതി? യെശയ്യാ പ്രവചനം 59-ാം അധ്യായം 21-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. എത്ര ശക്തമായ പ്രോമിസാണത്! നമ്മുടെ തലമുറകളെ കുറിച്ചുള്ള ദൈവ പദ്ധതിയാണ് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നത്. നമ്മുടെ മേൽ കർത്താവ് വർഷിച്ചിരിക്കുന്ന ആത്മാവ്, തൻ്റെ പരിശുദ്ധാത്മാവിനെ, നമ്മുടെ അധരങ്ങളിലുള്ള ദൈവവചനത്തെ നമ്മുടെ തലമുറകളിലേക്ക് പകർന്ന് കൊടുക്കുകയാണ്. വചനത്തിൻ്റെ തലമുറയായി, അഭിഷേക തലമുറയായി നമ്മുടെ തലമുറയെ കർത്താവ് അനുഗ്രഹിച്ചുയർത്തുകയാണ്. സഹോദരി സഹോദരങ്ങളെ, ഇതാണ് കർത്താവിൻ്റെ പദ്ധതി. നമ്മുടെ തലമുറകളെ കുറിച്ചുള്ള
പരിശുദ്ധാത്മാവിന്റെ സ്വപ്നമാണത്. ഇരു കരങ്ങൾ ഉയർത്തി ഈ വചനത്തിന്റെ അഭിഷേകം, ഈ വചനത്തിന്റെ തീ നമ്മുടെ മക്കളിൽ, നമ്മുടെ തലമുറകളിൽ വ്യാപരിക്കുവാൻ വേണ്ടി, കത്തിപ്പടരാൻ വേണ്ടി, നിറഞ്ഞൊഴുകാൻ വേണ്ടി കരം ഉയർത്തി ഉച്ചത്തിൽ വിളിച്ച യേശുവേ, റൂഹ വരട്ടെ, റൂഹ വരട്ടെ, തലമുറകളിലേക്ക് റൂഹ വരട്ടെ, ദൈവത്തിന്റെ റൂഹ ഇറങ്ങട്ടെ, സ്വർഗത്തിന്റെ തീയായി, അഭിഷേക കാറ്റായി, അത്ഭുത പ്രവൃത്തിയായി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. തലമുറകളിലേക്ക്, കുടുംബങ്ങളിലേക്ക് റൂഹായുടെ ശക്തി വ്യാപരിക്കട്ടെ. പൈശാചിക പീഡകള്, ഇരുട്ടിന്റെ ശക്തികള്, അനുസരണക്കേടിന്റെ അരൂപികള് പരിശുദ്ധാത്മാവ് നിർവീര്യമാക്കുന്നു. ഈ അഭിഷേകം ഏറ്റെടുത്ത് കരമൊരിക്കൽ കൊണ്ട് വിളിച്ചേ ഈശോയെ, കരമടിച്ച് കരമടിച്ച് പാടിയേ. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മുടെ മക്കളെ സമർപ്പിച്ച് അത്ഭുത കൃപ, അത്ഭുത ശക്തി, ആത്മാവിന്റെ തീ നമ്മുടെ മക്കളിൽ കത്തുവാൻ, തലമുറകളിലേക്ക് വ്യാപരിക്കുവാൻ കരമുയർത്തി വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, വിളിച്ച് വിശ്വാസത്തോടെ വിളിച്ച് സൗഖ്യങ്ങളുണ്ടാകട്ടെ, ഡെലിവറൻസുകളുണ്ടാകട്ടെ, അഭിഷേകത്തിന്റെ പകർച്ചയുണ്ടാകട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ശക്തമായൊരു അഭിഷേക പകർച്ച പരിശുദ്ധാത്മ പകരുന്നുണ്ട്. അഭിഷേകം പ്രാപിച്ചോ, പ്രാപിച്ചോ, നമ്മുടെ കുടുംബങ്ങളിൽ ഏറ്റെടുത്തോ, തലമുറകളിലേക്ക് സ്വീകരിച്ചോ. കർത്താവേ, ഞങ്ങൾ ഏറ്റെടുക്കുന്നു. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. നമ്മുടെ തലമുറകളെ കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതി, സഹോദരി സഹോദരങ്ങളെ, എത്ര മനോഹരമാണ്. വീണ്ടും യെശയ്യാ പ്രവചനം 61-ാം അധ്യായം 9-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, അവരുടെ പിൻതലമുറ ജനതകളിടയിലും സന്തതി രാജ്യങ്ങൾക്കിടയിലും അറിയപ്പെടും. രാജ്യങ്ങൾക്കിടയിലും അറിയപ്പെടും. കർത്താവിനാൽ അനുഗ്രഹീതമായ ജനമെന്ന് അവരെ കാണുന്നവർ ഏറ്റുപറയും. നമ്മുടെ തലമുറകൾ ജനതകളിടയിൽ. തുടർന്നെന്താ കർത്താവിന്റെ പ്രോമിസ് എന്താണ്? കർത്താവിന്റെ പദ്ധതി എന്താണ്? സന്തതി രാജ്യങ്ങൾക്കിടയിലും അറിയപ്പെടും. കർത്താവിനാൽ അനുഗ്രഹീതമായ തലമുറ എന്ന് നമ്മുടെ മക്കളെ കാണുന്നവരെല്ലാവരും ഏറ്റുപറയുമാറ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുള്ള അഭിഷേക തലമുറയായി നമ്മുടെ തലമുറ മാറ്റപ്പെടൂ. വിശ്വസിച്ച് വിളിച്ച യേശുവേ എന്ന് വിളിച്ചേ. ഈ ദൈവ പദ്ധതിയോർത്ത്, ഈ ദൈവ പദ്ധതിയോർത്ത് ഞങ്ങളുടെ മക്കളെ കുറിച്ച്, തലമുറകളെ കുറിച്ചുള്ള ഈ ദൈവ പദ്ധതിയോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വചനം ആക്ഷരികമായി കൃപയായി മാറിയ ഒരു കുടുംബത്തെ കാണിക്കാൻ പോവാ. ഇത് നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരണം. നമ്മുടെ മക്കൾ ഈ അഭിഷേകം കൊണ്ട് നിറയണം. മാതാപിതാക്കളെ, ഇതിനു വേണ്ടിയാണ് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങളെ മക്കളെയോർത്ത് കരയുവീൻ, നിങ്ങൾ തലമുറകളെയോർത്ത് കരയുവീൻ. കർത്താവിന്റെ ഈ ശ്രേഷ്ഠമായ വചനം നമ്മൾ അവഗണിക്കരുതേ, നമ്മൾ മറന്ന് ജീവിക്കരുത്. വചനത്തിലോട്ട് വരാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 21-ാം അധ്യായം 8-9 വചനങ്ങളിൽ ആദിമ സഭയിലെ ഡീക്കനായിരുന്നു പീലിപ്പോസ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ആ വചനത്തിൽ നമ്മൾ എന്താണ് കാണുന്നത്? ആ പീലിപ്പോസിന്റെ ആ കുടുംബത്തിന്റെ പ്രത്യേകത എന്താണ്? അടുത്ത ദിവസം ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട് കേസറിയായിലെത്തി.
7 പേരിൽ ഒരുവനും സുവിശേഷ പ്രസംഗകനുമായ പീലിപ്പോസിന്റെ വീട്ടിൽ ചെന്ന് അവന്റെ കൂടെ താമസിച്ചു. അവന് കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, 4 പെൺമക്കളുണ്ട്. കന്യകാമാരും പ്രവചന വരെ ലഭിച്ചവരുമായ 4 പുത്രിമാർ അവനുണ്ടായിരുന്നു. വിശ്വസിച്ച് ഹല്ലേലൂയ പറഞ്ഞേ. കുടുംബസ്ഥനായ പീലിപ്പോസ്, അവന് ഭാര്യയുണ്ട്, 4 പെൺമക്കളുണ്ട്. പരിശുദ്ധ വചനം പറയാ അവരെല്ലാം കന്യകമാരാണ്. കർത്താവിന്റെ പരിശുദ്ധിയിൽ ജീവിച്ച പെൺകുഞ്ഞുങ്ങള്, ഈ ലോകത്തിന്റെ മാലിന്യമേൽക്കാതെ, കറയേൽക്കാതെ, കർത്താവിന്റെ മഹത്വത്തിൽ തങ്ങളുടെ ജീവിതത്തെ കാത്തു സൂക്ഷിച്ച 4 പെൺകുഞ്ഞുങ്ങള്. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു, അവരിൽ പ്രവചനത്തിന്റെ അരൂപിയുണ്ടായിരുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട കുടുംബം! എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ മക്കളിലേക്ക് ഈ അഭിഷേകമാണ് കർത്താവ് പകരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ തലമുറയെ ഈ അഭിഷേകത്താൽ പരിശുദ്ധാത്മാവ് മുദ്ര ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട കുടുംബം, കൃപയുള്ള മക്കൾ, അഭിഷേകമുള്ള കുഞ്ഞുങ്ങൾ, വചനത്തിന്റെ തലമുറ, പരിശുദ്ധാത്മാവിന്റെ തലമുറ. എത്ര ആനന്ദകരമാണ്! അവരുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ തീ അവരിൽ ഇറങ്ങട്ടെ. നിങ്ങളെ മക്കളെയോർത്ത് കരയുവിൻ, നിങ്ങൾ കുഞ്ഞുങ്ങളെയോർത്ത് കരയുവിൻ എന്നുള്ള കർത്താവിന്റെ വചനം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ മക്കളെ പ്രതി കരയുവാൻ, തലമുറകളെയോർത്ത് കർത്താവിന്റെ മുൻപിൽ നിലവിളിക്കുവാനുള്ള അഭിഷേകത്തിനായി പരിശുദ്ധാത്മാവേ അങ്ങ് വരണമേ, അവിടുന്ന് പ്രവർത്തിക്കണമേ, അവിടുന്ന് ഇടപെടണമേ എന്ന് യാചിച്ചുകൊണ്ട് കരമുയർത്തി വിളിക്കുന്നു യേശുവേ. സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ, ഇതുപോലെ തകർന്നിരിക്കുന്ന കുടുംബങ്ങളിലേക്ക്, ഇതുപോലെ പൈശാചിക ബന്ധനത്തിൽ അടിമപ്പെട്ടു പോയ മക്കളിലേക്ക് ആത്മാവിന്റെ തീ ഇറങ്ങട്ടെ, റൂഹായുടെ കാറ്റടിക്കട്ടെ, അത്ഭുത വിമോചനങ്ങൾ ഉണ്ടാകട്ടെ, വീണ്ടെടുപ്പിന്റെ അനുഭവം ഉണ്ടാകട്ടെ. ഹോളി സ്പിരിറ്റ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിനെ വിളിക്കുന്നു, റൂഹായേ. മക്കളിലേക്ക്, തലമുറകളിലേക്ക് ആത്മാവിന്റെ തീ ഇറങ്ങട്ടെ, റൂഹായുടെ ശക്തി വെളിപ്പെടട്ടെ. കരങ്ങളടിച്ച് അപ്പോസ്തല പ്രവർത്തനം 21:8-9 അഭിഷേകം ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു പാടുന്നു. കരങ്ങളടിച്ച് സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ച് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ നമ്മുടെ മക്കളിൽ, കുടുംബങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കൃപയുടെ സമയമാണ്. വചനത്തിൽ വിശ്വസിക്കുക, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക, കർത്താവിന്റെ പ്രവർത്തനങ്ങളിൽ വിശ്വസിക്കുക, പരിശുദ്ധ സഭയിൽ വിശ്വസിക്കുക. കർത്താവേ കൃപ തരണമേ, വിശ്വസിക്കാൻ കൃപ തരണമേ, വിശ്വസിക്കാൻ കൃപ തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കുക. കർത്താവിൻ്റെ പദ്ധതി, നമ്മുടെ തലമുറകളെ കുറിച്ചുള്ള കർത്താവിൻ്റെ സ്വപ്നങ്ങൾ, കർത്താവിൻ്റെ പദ്ധതികൾ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ നമ്മുടെ തലമുറകളെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടണം. നമുക്ക് ആകുലപ്പെടാൻ ആയിരക്കണക്കിന് കാരണങ്ങളുണ്ടാകാം. നമ്മുടെ മക്കളെക്കുറിച്ചുള്ള ഒരുപാട് നൊമ്പരങ്ങളും സങ്കടങ്ങളും വേദനകളും ഒക്കെ നമുക്ക് ഒത്തിരിയേറെ പറയാനുണ്ടാകാം. എന്ത് തന്നെയാകട്ടെ സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതിയാണ് തിരുവചനത്തിലൂടെ നമ്മൾ കേട്ടത്. ഒരിക്കലും പരിശുദ്ധാത്മാവ് വാക്കു പറഞ്ഞ് ചതിക്കുന്നവനല്ല. തൻ്റെ വചനങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ് പരിശുദ്ധാത്മാവ്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഉത്കണ്ഠപ്പെടുവാൻ, ആകുലപ്പെടുവാൻ, നിരാശയിലും വിഷാദത്തിലും ആയിരിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് പ്രത്യാശിക്കാൻ വലിയൊരു വക കർത്താവ് തരികയാണ്. എന്താണ്? മാറിപ്പോകാത്ത വാഗ്ദാനം. നമ്മുടെ മക്കളെ കുറിച്ചുള്ള കർത്താവിന്റെ പ്രോമീസ്, നമ്മുടെ തലമുറകളെ കുറിച്ചുള്ള ആത്മാവിന്റെ പദ്ധതികൾ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിതമാകണം. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം
അവിടെ 36 അധ്യായം 27 വചനത്തിൽ എന്താണ് ഈശോ പഠിപ്പിച്ചത്? ഉത്കണ്ഠ മൂലം ആയുസ്സിന്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? ഉത്കണ്ഠ മൂലം ആയുസ്സിന്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ ഓർത്ത് നമ്മൾ ആകുലപ്പെട്ട് നമ്മുടെ ജീവിതം നരകതുല്യമാക്കരുതേ. ഇത് പരിശുദ്ധാത്മാവിന്റെ വാക്കുകളാണ്. നമ്മുടെ ചങ്കിലേക്ക് തുളച്ചു കയറണം. ആത്മാവ് നമ്മോട് സംസാരിക്കുക. നമ്മുടെ തലമുറകളെ പ്രതി നമ്മൾ ദുഃഖിച്ച് നമ്മൾ നിരാശിതരാകരുത്, പ്രത്യാശയറ്റവരായി മാറരുത്. നമ്മുടെ മക്കളെ ഓർത്ത് കരഞ്ഞ് നമ്മൾ മാനസികവും ശാരീരികമായി കഠിന വ്യതകൾക്ക് അടിമപ്പെടരുത്. എന്താണ് കർത്താവ് പറയുന്നത്? നീ ഉത്കണ്ഠപ്പെട്ട് നിന്റെ ആയുസ്സിന്റെ 1 മുഴമെങ്കിലും കൂട്ടാനോ കുറയ്ക്കാനോ നിങ്ങൾക്ക് സാധിക്കുമോ? കർത്താവിന്റെ പ്രോമീസിൽ വിശ്വസിക്കുക. നമ്മുടെ മക്കളെ കുറിച്ചുള്ള, നമ്മുടെ തലമുറകളെ കുറിച്ചുള്ള പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനങ്ങളിൽ, കർത്താവിന്റെ പദ്ധതികളിൽ നമ്മൾ ചങ്കുറപ്പിക്കുക, നമ്മൾ വിശ്വസിക്കുക. അവിടെ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടും, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം സംഭവിക്കും. പൗലോസ്ലീഹ സഭയെ പഠിപ്പിക്കുന്നുണ്ട്. ഫിലിപ്പി സഭയ്ക്ക് ലേഖനം 4 അധ്യായം 6 വചനം 4:6 എന്താണ് വചനം പറയുന്നത്? ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട. ഒന്നിനെ കുറിച്ചും നിങ്ങൾ ആകുലരാകേണ്ട. ഒന്നിനെ കുറിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. എന്റെ സഹോദരങ്ങളെ, സർവശക്തനായ കർത്താവാണിത് പറയുന്നത്. നിന്റെ കുടുംബത്തെ കുറിച്ച് നീ ആകുലപ്പെടേണ്ട. നിന്റെ മക്കള് വിശ്വാസമില്ല, അവര് പലരും വഴിപിഴച്ച് ജീവിക്കുന്നുണ്ട്. പ്രണയബന്ധങ്ങള്, തെറ്റായ റിലേഷൻഷിപ്പ്, കുടുംബത്തോട് സ്നേഹമില്ല, മാതാപിതാക്കളുടെ അനുസരണമില്ല, അവർക്ക് സഭയോടും ആത്മീയ കാര്യങ്ങളോടും യാതൊരു ശുഷ്കാന്തിയുമില്ല. പലരും ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് ലൗകികരായി ജഡീകരായി മദ്യപാനം, കഞ്ചാവ്, മയക്കമരുന്ന്, ജഡീക പാപങ്ങള്, ഒരുപാട് തിന്മയിൽ ജീവിക്കുന്നു. പലരും ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, അവന്റെ ബ്രദറെ കേൾക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ട്, പക്ഷേ ഞങ്ങൾ എങ്ങനെയാ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുക? ഞങ്ങളുടെ കുടുംബം ഇന്ന് ഒരുപാട് അസ്വസ്ഥമാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് ഒരുപാട് ദുരിതങ്ങളുണ്ട്, ഒത്തിരിയേറെ കണ്ണുനീര് നിറഞ്ഞ കുടുംബമാണ് എൻ്റെ കുടുംബം. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ എപ്രകാരമാണ്, നമ്മൾ എന്താണ് ഈ വിഷയത്തിൽ ചെയ്യേണ്ടത്? പരിശുദ്ധാത്മ നമ്മൾ അറിയിക്കുകയാണ്. ശ്രദ്ധിച്ചിരുന്ന് നിങ്ങൾ, ആത്മാവ് നമുക്ക് ദൂത് തരിക. ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവചനമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു. ഹെബ്രായ പുസ്തകം 10:23 നാം കാണുന്നുണ്ട്, നമ്മുടെ വാഗ്ദാനം ചെയ്തിരിക്കുന്ന കർത്താവ് വിശ്വസ്തനാണ്. അതിനാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. നമ്മുടെ വാഗ്ദാനം ചെയ്ത കർത്താവ് വിശ്വസ്തനാണ്. വീണ്ടും ഹെബ്രായ പുസ്തകം 10 അധ്യായം 35 വചനം, ആ വചനം ഉച്ചത്തിൽ എല്ലാവരും വായിച്ച്, നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ചു കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ചില പ്രതിസന്ധികൾ മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ആത്മധൈര്യം ചോർന്നു പോവും. നമ്മുടെ മക്കൾ മൂലം നമ്മൾ ചിലപ്പോൾ അപമാനിതരാകുമ്പോൾ, ഈ അടുത്ത കാലത്ത് ഒരു അപ്പനും അമ്മയും ചങ്ക് പൊട്ടി വിളിച്ചു പറഞ്ഞു, ലാളിച്ച് ഓമനിച്ച് വളർത്തി ഞങ്ങളുടെ കുഞ്ഞ് 23 വയസ്സ് പ്രായമുണ്ട്, അവൾ സത്യവിശ്വാസത്തിന് ചേരാത്ത മറ്റൊരു വിശ്വാസത്തിലേക്ക് അവൾ മാറ്റപ്പെട്ടു. തന്നെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ദൈവപുത്രനായ യേശുവിനെ അവൾ പുച്ഛിച്ചു, സഭയെ തള്ളിക്കളഞ്ഞു. തന്നെ നൊന്ത് പ്രസവിച്ച പോറ്റി വളർത്തിയ മാതാപിതാക്കളെ അവൾ അവഗണിച്ചു, തന്റെ കുടുംബത്തെ ദ്രോഹിച്ചു. എന്റെ സഹോദരങ്ങളെ, 23 വയസ്സുള്ള പെൺകുട്ടി, അവൾ ഈ സത്യവിശ്വാസം വിട്ടുപേക്ഷിച്ച് അന്യവിശ്വാസത്തിലേക്ക്, അവൾക്ക് വലുത് അവൾ പ്രണയിച്ച ആ ചെറുക്കൻ, ആ പുരുഷനായിരുന്നു. ആ മാതാപിതാക്കൾ പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് അപമാനിതരായി, അവളെ താഴെ കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങളുടെ ഇടവക സമൂഹത്തിലും ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞങ്ങൾ നല്ലൊരു കുടുംബമായി ജീവിച്ചതാ, ഞങ്ങൾക്ക് പേരുദോഷം വന്നു, ഞങ്ങളുടെ മക്കൾ മൂലം ഞങ്ങൾ അപമാനിതരായി. അവർ അപമാനിക്കപ്പെട്ടതിലല്ല,
തൻ്റെ കുഞ്ഞെ തങ്ങളെ വഞ്ചിച്ചല്ലോ, ഞങ്ങളെ ചതിച്ചല്ലോ എന്നോർത്തുള്ള ആ മാതാപിതാക്കളുടെ ഹൃദയ തകർച്ച ഇതൊരു പ്രസംഗം കൊണ്ട് വർണ്ണിക്കാൻ പറ്റുന്നതല്ല സഹോദരങ്ങളെ. ഒരുപാട് നൊമ്പരമുണ്ട്, അതിന്റെ പുറകിൽ ഒരുപാട് ത്യാഗത്തിന്റെ അനുഭവങ്ങളുണ്ട്. 23 വയസ്സ് വരെ ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കുവാൻ ആ മാതാപിതാക്കൾ എടുത്തൊരു എഫർട്ട്, അതൊന്നും നമ്മുടെ ഈ കൊച്ചു ബുദ്ധിക്ക് മനസ്സിലാവണമെന്നില്ല. ഒരു സമയത്ത് അതെല്ലാം ചവിട്ടിക്കളഞ്ഞ് ജഡീക സുഖത്തിന് വേണ്ടി താൻ പ്രണയിച്ച പുരുഷനെ കിട്ടുവാൻ തൻ്റെ പരിശുദ്ധ സഭയെയും തൻ്റെ സത്യവിശ്വാസത്തെയും തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും കുടുംബത്തെയും അവഗണിച്ച് തള്ളിക്കളഞ്ഞ് അവൾ മറ്റൊരു വിശ്വാസത്തിലേക്ക് പോയി. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ആകുലപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മുടെ ഹൃദയം നൊമ്പരപ്പെട്ടു പോകാൻ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, തന്റെ പരിശുദ്ധ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്നെ നിന്നെ അറിയിക്കുകയാ. നമ്മോട് വാഗ്ദാനം ചെയ്ത കർത്താവ് വിശ്വസ്തനാണ്. അവന്റെ വിശ്വസ്തതയിൽ വിശ്വസിക്കുക. നമ്മുടെ തലമുറകളെ ഓർത്ത് കരയുക, മക്കളെ ഓർത്ത് നിലവിളിക്കുക. അതുകൊണ്ട് ആത്മധൈര്യം ചോർന്നു പോകുന്ന അവസരങ്ങളുണ്ട്. നമ്മുടെ ധൈര്യം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, നമ്മളൊന്നുമല്ലാതായി തീരുന്ന അവസ്ഥ. സങ്കടപ്പെടേണ്ട, കൂടെ കർത്താവുണ്ട്. കർത്താവ് ഒരു നാൾ നമ്മൾ ഉപേക്ഷിക്കില്ല. കൂടെ കർത്താവുണ്ട്. നമ്മളെ വിളിച്ച കർത്താവ് എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? അവർ ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ മനം തുറന്ന് അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഇനി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ പ്രധാനമായി 2 കാര്യങ്ങൾ ചെയ്യുക. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിച്ച 2 ആലോചനകളാണിത്. ഒന്നാമത്തെ ആലോചന, നമ്മുടെ തലമുറകളെ ഓർത്ത് നമ്മൾ അനുതപിക്കണം, റിപ്പന്റ് ചെയ്യണം കർത്താവിൻ്റെ മുൻപിൽ. നമ്മുടെ മക്കൾ ചെയ്തു പോയ പാപങ്ങൾ, അവർ കർത്താവിനെ വേദനിപ്പിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ, അവരിൽ വന്നുപോയ അവിശ്വാസത്തിൻ്റെ, ജഡമോഹത്തിൻ്റെ, പാപമ്ലേച്ഛതയുടെ, സത്യവിശ്വാസത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ മൂലമൊക്കെ കർത്താവിനെ സങ്കടപ്പെടുത്തിയ എല്ലാ പാപങ്ങളെ ഓർത്തും മാതാപിതാക്കളായി നമ്മൾ അനുതപിക്കണം. അപ്പോൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി അനുതപിക്കണം, തലമുറകൾക്ക് വേണ്ടി അനുതപിക്കണം. നമ്മൾ അനുതപിക്കുക. ഒരു അപ്പൻ, ഒരു അമ്മ, ഒരു സഹോദരൻ, ഒരു സഹോദരി തൻ്റെ കുടുംബത്തിന് വേണ്ടി, തൻ്റെ പ്രിയപ്പെട്ടവരുടെ പാപങ്ങളെ പ്രതി, നമ്മുടെ മക്കളുടെ പാപങ്ങളെ പ്രതി, നമ്മുടെ തലമുറകളുടെ പാപങ്ങളെ പ്രതി നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ചങ്കുപൊട്ടി അനുതപിക്കുമ്പോൾ നമ്മുടെ തലമുറകളിലേക്ക് ആത്മപകർച്ചയുണ്ടാകും. നമ്മുടെ ആത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞൊഴുകും. ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:38, അപ്പോസ്തല പ്രവൃത്തി 2:38 എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നിങ്ങൾ അനുതപിക്കുവിൻ, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കും. റിപ്പന്റ്, നിങ്ങൾ അനുതപിക്കുക, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ തലമുറയിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകണോ? നമ്മുടെ തലമുറ ആത്മപകർച്ചയുടെ തലമുറയാകണോ? നമ്മുടെ തലമുറകളിലേക്ക് ദൈവവചനത്തിന് വെളിച്ചം കടന്നു വരണമോ? നമ്മുടെ മക്കൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകണമോ? നമ്മുടെ തലമുറകളെ ഓർത്ത് നമ്മൾ അനുതപിക്കണം. റിപ്പന്റ്. ആത്മാവ് പറയെ, നിങ്ങൾ അനുതപിക്കുക, പരിശുദ്ധാത്മാവിനെ ലഭിക്കും, അഭിഷേകം ലഭിക്കും, കൃപ ലഭിക്കും. അതിന് തടസ്സമായി നിൽക്കുന്ന ബന്ധനങ്ങൾ അഴിഞ്ഞു മാറിപ്പോകും, കെട്ടുപാടുകളെല്ലാം പൊട്ടിപ്പോകും, കൃപയുടെ കവിഞ്ഞൊഴുക്കുണ്ടാകും, അഭിഷേകത്തിന് പകർച്ചയുണ്ടാകും. അനുതപിക്കുക, തലമുറകളെ ഓർത്ത് അനുതപിക്കുക. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ലൂക്ക 13:5 കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്, അല്ല എന്ന് ഞാൻ പറയുന്നു, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് അനേകം
കുടുംബങ്ങളുടെ നാശത്തിൻ്റെയും തകർച്ചയുടെയും അടിസ്ഥാന കാരണം എന്താ? അനുതാപമില്ലായ്മയാണ്. അനുതാപമില്ല, അനുതാപം നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ പല തലമുറകളും ഇന്ന് തകർന്നു പോയതിൻ്റെ ഒരു പ്രധാന കാരണം അനുതാപമില്ലായ്മയാണ്. കർത്താവിന് മുമ്പിൽ അനുതപിക്കുവാനുള്ളൊരു ഹൃദയം നമുക്കുണ്ടാകണം. നമ്മൾ അനുതപിക്കുമ്പോൾ നമ്മുടെ മേലുള്ള, നമ്മുടെ മക്കളുടെ മേലുള്ള, നമ്മുടെ തലമുറകളുടെ മേലുള്ള പിശാചിന്റെ സകല പിടികളും പൊട്ടുകയാണ്. അവിടെ കർത്താവിന്റെ പിടി മുറുകുകയാ. ശ്രദ്ധിച്ച്, കർത്താവിന്റെ പിടി മുറുകുകയാ. അവിടെ പരിശുദ്ധാത്മ പ്രവർത്തനം ആരംഭിക്കുകയാ. അവിടെ ആത്മാവിന്റെ ഇടപെടൽ ഉണ്ടാവുകയാ. സഹോദരങ്ങളെ, അനുതപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും അതുപോലെ നശിക്കും. കർത്താവ് നമുക്ക് വാണിംഗ് തരാണ്. വെളിപാട് പുസ്തകം 9:21, വെളിപാട് 9:21 എന്താ പറയുന്നത്? തങ്ങളുടെ കൊലപാതകം, മന്ത്രവാദം, വ്യഭിചാരം, മോഷണം എന്നിവയെ കുറിച്ചൊന്നും അവർ അനുതപിച്ചില്ല. അവർ അനുതപിച്ചില്ല. അപ്പൊ പലപ്പോഴും നമ്മുടെ മക്കളിൽ ആത്മാവിന്റെ പകർച്ച വരാത്തതിന് കാരണം മാതാപിതാക്കളെ നമ്മൾ അനുതപിക്കാത്തതാണ്. നമ്മുടെ മക്കളെ ഓർത്ത് അനുതപിക്കണം. നമ്മുടെ മക്കളുടെ പാപങ്ങളെ ഓർത്ത് അനുതപിക്കണം. നമ്മുടെ മക്കൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തിന്മകളെ ഓർത്തും കർത്താവിന് മുൻപിൽ അനുതപിച്ച് മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം. അനുതാപ ഹൃദയത്തോടെ നിലവിളിക്കണം. കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുവീൻ, നിങ്ങളെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുവീൻ. അത് ഈ വചനമാണ്. അനുതാപത്തോടെ കരയണം. കർത്താവേ, തെറ്റിപ്പോയി, ഞങ്ങളെ കുഞ്ഞുങ്ങളെ വിമോചിപ്പിക്കണമേ, ഞങ്ങളെ മക്കളിലേക്ക് അഭിഷേകം പകരണമേ, അവർ സത്യവിശ്വാസത്തിൽ ജീവിക്കാൻ, ദൈവകൃപയുള്ള കുഞ്ഞുങ്ങളാകാൻ, ഒരു വചനത്തിന്റെ മക്കളാകാൻ കർത്താവേ കൃപ ചെയ്യണമേ. അനുതാപ ഹൃദയത്തോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ എത്ര മാതാപിതാക്കൾക്ക് കഴിയും? എത്ര സഹോദരങ്ങൾക്ക് കഴിയും? തീരുമാനമുള്ളവർ വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഒരു സെക്കൻഡ് എല്ലാവരും എഴുന്നേറ്റ് ഈ അഭിഷേകം നമ്മളിലേക്ക് നിറയണം. കണ്ണുനീരോടെ കരയുക കർത്താവിന് മുമ്പിൽ, കണ്ണുനീരോടെ അനുതപിക്കുക. കർത്താവെ, അറിഞ്ഞും അറിയാതെയും ചെയ്തു വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെ ഓർത്ത്, കർത്താവെ, എല്ലാ ജഡപാപങ്ങളെ ഓർത്ത്, എല്ലാ തിന്മകളെ ഓർത്ത്, എല്ലാ അശുദ്ധികളെ ഓർത്ത്, കർത്താവെ, അങ്ങേക്കേറ്റല്ല നിന്ന് അപമാനങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു, ഞങ്ങൾ അനുതപിക്കുന്നു. ഞങ്ങളെ മക്കളിലേക്ക് ആത്മാവിനെ പകരണമേ, അഭിഷേകം പകരണമേ, വചനം പകരണമേ, കൃപ വർഷിക്കണമേ, കൃപ ചൊരിയണമേ. കൃപയുള്ള മക്കളായി, വചനത്തിന്റെ തലമുറയായി, അഭിഷേക തലമുറയായി, ഓ ദൈവ സാന്നിധ്യമുള്ള കുഞ്ഞുങ്ങളായി ഞങ്ങളുടെ മക്കൾ മാറ്റപ്പെടട്ടെ. കരമുയർത്തി വിളിക്കുന്നു യേശുവേ. വിളിച്ച് പ്രാർത്ഥിച്ച് സ്തുതിക്കുന്നു. ശക്തിയോട് വിളിച്ച് ഈശോയേ. സ്തുതിക്കുന്നു. അഭിഷേകം ഒഴുകട്ടെ. അനോയിന്റിംഗ് ഉണ്ടാകട്ടെ. ദേശം ഉണരട്ടെ, സഭ വളരട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളാൽ അഭിഷേക തലമുറ ഉണരട്ടെ. സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. കുടുംബങ്ങളിലേക്ക് അഭിഷേകം ഒഴുകട്ടെ. കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ദർശനത്തിൻ തലമുറ, മഹത്വത്തിൻ തലമുറ, ഒന്നിച്ചൊന്നായി നിന്നിടാം യേശുവിനായി. നമ്മുടെ തലമുറകളിലേക്ക് അഭിഷേകം ഒഴുകട്ടെ. നമ്മുടെ മക്കൾ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. നമ്മുടെ വചനത്തിൽ മുദ്ര ചെയ്യപ്പെടട്ടെ. ദർശനത്തിൻ തലമുറ, മഹത്വത്തിൻ തലമുറ, ഒന്നിച്ചൊന്നായി നിന്നിടാം യേശുവിനായി. ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ദൈവപ്രവർത്തികൾ. സഭ വളരട്ടെ, ലോകം കാണട്ടെ ദൈവപ്രവർത്തികൾ. ലോകം കാണട്ടെ ദൈവപ്രവർത്തികൾ. ലോകം കാണട്ടെ ദൈവപ്രവർത്തികൾ. ലോകം കാണട്ടെ ദൈവപ്രവർത്തികൾ. നമ്മുടെ കുടുംബത്തിലുള്ള, ലോകം കാണട്ടെ ദൈവപ്രവർത്തികൾ. നമ്മുടെ മക്കളിലുള്ള, കാണട്ടെ ദൈവപ്രവർത്തികൾ. നമ്മുടെ തലമുറകളിലുള്ള, കാണട്ടെ ദൈവപ്രവർത്തികൾ. നമ്മുടെ സഭയിലുള്ള, കാണട്ടെ ദൈവ
സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയേ, ഒഴുക്കണമേ. അനുതാപത്തിന്റെ അഭിഷേകം, അനുതാപത്തിന്റെ കൃപ നൽകി മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ, സഹോദരി സഹോദരൻ അനുഗ്രഹിക്കണമേ. തലമുറകൾക്ക് വേണ്ടി കരയുക, അനുതാപത്തോടെ നിലവിളിക്കുക, മക്കളെ ഓർത്ത് അനുദപിച്ച് പ്രാർത്ഥിക്കുക, ഇവിടെ പാപങ്ങളെ ഓർത്ത് അനുദപിച്ച് നിലവിളിക്കാൻ കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. Anointing, 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 anointing. ജോബിന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. ആ പരിശുദ്ധ പാത്രം നിങ്ങൾ വായിച്ചേ. ജോബിന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വചനത്തിൽ ആ വചനം ഒന്ന് ഉറക്കെ വായിച്ചേ. എന്താ അവിടെ വചനം പറയുന്നത്? സൽക്കാര ദിനങ്ങൾ കഴിയുമ്പോൾ, സൽക്കാര ദിനങ്ങൾ കഴിയുമ്പോൾ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തിന്റെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടാവാമെന്ന് വിചാരിച്ച് ജോബ് അവരെ വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും തങ്ങളുടെ മക്കൾക്ക് വേണ്ടി അനുദപിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവസന്നിധിയിൽ. അതിനുവേണ്ടി ദഹനബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുക, അനുതാപ ഹൃദയത്തോടെ തന്റെ മക്കളുടെ പാപങ്ങളെ പ്രതി, അറിഞ്ഞും അറിയാതെയും അവരിൽ വന്നുപോയ എല്ലാ പിഴവുകളെ പ്രതി, ദൈവവചനത്തോടുള്ള ലംഘനങ്ങളെ പ്രതി ജോബ് അനുദപിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് തന്റെ തലമുറകൾക്കായിട്ട്. എൻ്റെ സഹോദരങ്ങൾ, ഇപ്രകാരം നമ്മൾ തലമുറകൾക്ക് വേണ്ടി അനുദപിച്ച് നിലവിളിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നേ. പരിശുദ്ധാത്മ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്? യേശയ്യാ പ്രവചനം 10:27 അവതരണം ശ്രദ്ധിക്കാം. യേശയ്യാ പ്രവചനം 10:27 ഒന്നിച്ചു വായിച്ചേ. നമ്മളിങ്ങനെ അനുദപിച്ച് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്തു ചെയ്യുന്നു? അന്ന് അവന്റെ ഭാരം, ആരാണ് ഈ അവൻ? പിശാചാണ്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മുടെ തലമുറകളിൽ വെച്ചിരിക്കുന്ന അനാവശ്യമായ ഭാരങ്ങള്, പാപത്തിന്റെ, മ്ലേച്ഛതയുടെ, തിന്മയുടെ, കലഹത്തിന്റെ, അവിശ്വാസത്തിന്റെ, സംശയത്തിന്റെ, ആശയക്കുഴപ്പത്തിന്റെ, നിരാശയുടെ, വിഷാദത്തിന്റെ, വെറുപ്പിന്റെ അനാവശ്യമായ ഭാരങ്ങള്, അന്ന് അവന്റെ ഭാരം നിന്റെ തോളിൽ നിന്ന് നീങ്ങിപ്പോകും. ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ മക്കളിൽ അഭിഷേകം ഇറങ്ങുമ്പോൾ, നമ്മുടെ തലമുറകളിൽ അഭിഷേകം വ്യാപരിക്കുമ്പോൾ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ തലമുറകളിൽ അത്ഭുതകരമായ ഡെലിവറൻസുകൾ ഉണ്ടാകുന്നു. നമ്മുടെ മക്കൾ പരിശുദ്ധാത്മ ശക്തിയിൽ നിറയുന്നു, ആത്മ പകർച്ചയുള്ളവരാകുന്നു. അഭിഷേകം നമ്മുടെ മക്കളിലേക്ക് ഇറങ്ങുമ്പോൾ ഭാരങ്ങൾ മാറുന്നു, ഭാരങ്ങൾ മാറുന്നു. അവരെ അലട്ടുന്ന, അവരെ പീഡിപ്പിക്കുന്ന, അവരെ അസ്വസ്ഥമാക്കുന്ന, അവരെ കലുഷിതമാക്കുന്ന പിശാചിന്റെ സകല അന്യായ ഭാരങ്ങളും മാറ്റപ്പെടുന്നു. കരമുയർത്തി 3 പ്രാവശ്യം വിളിച്ച് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് ഈ വചനത്തിന്റെ കൃപ ഒഴുകട്ടെ, മക്കളിലേക്ക് ഒഴുകട്ടെ, കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ, തലമുറകളിലേക്ക് ഒഴുകട്ടെ. അഭിഷേകം ഇറങ്ങുമ്പോൾ, അഭിഷേകം വരുമ്പോൾ ഭാരങ്ങൾ മാറുന്നു. രണ്ടാമത് വചനം പഠിപ്പിക്കുകയാണ്, നിന്റെ കഴുത്തിലുള്ള നുഖം തകർക്കപ്പെടുകയും ചെയ്യും. നിന്റെ കഴുത്തിലുള്ള നുഖം. ഇന്ന് പിശാച് അനേകം ജീവിതങ്ങളിൽ അവരുടെ കഴുത്തിൽ കൊണ്ട് നുഖം വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിവർന്ന് നിൽക്കാൻ പറ്റുന്നില്ല, ആത്മാവിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്നില്ല, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ആത്മാവിൽ ആനന്ദിക്കാൻ പറ്റുന്നില്ല, ആത്മാവിൽ ദൈവവേല ചെയ്യാൻ പറ്റുന്നില്ല, പരിശുദ്ധാത്മാവിന്റെ ആ ഫുൾനെസ്സിലേക്ക് വരാൻ പറ്റുന്നില്ല. ഒരു ശൂന്യത, എപ്പോഴും അസ്വസ്ഥത, എപ്പോഴും ഒരു ദുഃഖം, എപ്പോഴും സംശയം, മനസ്സെപ്പോഴും കലങ്ങിക്കൊണ്ടിരിക്കുക, ഒന്നിലും ഒരു സന്തോഷമില്ല. ജീവിതം ഇങ്ങനെ ആകെ നരകിച്ച് വല്ലാത്ത ഒരു തകർച്ചയിലും തീരാ ദുഃഖത്തിലുമായിരിക്കുന്ന പതിനായിരങ്ങള് നമ്മുടെ ചുറ്റുപാടിലുണ്ട് സഹോദരങ്ങളെ. എന്താ ഇതിന് കാരണം? ചില നുഖങ്ങൾ നിന്റെ കഴുത്തിലുണ്ട്, ചില നുഖങ്ങൾ നമ്മുടെ മക്കളുടെ കഴുത്തിലുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. അഭിഷേകം ഇറങ്ങുമ്പോൾ ആ ദുഃഖങ്ങൾ ഒടിഞ്ഞു മാറും. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈ വചനത്തിന്റെ പവർ, ഈ വചനത്തിന്റെ പവർ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലട്ടെ, മക്കളിലേക്ക് വ്യാപരിക്കട്ടെ. അവർ അമേരിക്കയിലാണോ, യൂറോപ്പിലാണോ, ഓസ്ട്രേലിയയിലാണോ, അവര്
നാട്ടിലാണോ, അവൻ ആഫ്രിക്കയിലാണോ, ലോകത്തിന്റെ ഏത് ദിക്കിലാണെങ്കിലും ഏത് ദേശത്താണെങ്കിലും ആ ഇടത്തിലേക്ക് ഈ വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഡെലിവറൻസ് ഉണ്ടാകട്ടെ, മോചനം ഉണ്ടാകട്ടെ, വീണ്ടെടുപ്പ് ഉണ്ടാകട്ടെ. സ്തുതിക്കുന്നു. ഭാരം മാറുന്നു, മുഖം ഒടിയുന്നു. പറഞ്ഞേ, ഭാരം മാറുന്നു, മുഖം ഒടിയുന്നു. അഭിഷേകം വരുമ്പോൾ പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ആത്മശക്തിയുള്ളവരാണ്. സൂപ്പർ നാച്ചുറൽ പവർ നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ തുടങ്ങും. നിന്റെ മക്കളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. നിന്റെ തലമുറകളുടെ മേൽ ഈ പവർ ആധിപത്യം പുലർത്താൻ തുടങ്ങും. എപ്പോഴാണ് നമ്മൾ അനുതപിച്ചു പ്രാർത്ഥിക്കും, മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ റിപ്പന്റ് ചെയ്യുമ്പോൾ, അനുതപിക്കുമ്പോൾ ഈ ആത്മപകർച്ച തലമുറകളിലേക്ക് ഒഴുകപ്പെടുകയാണ്. അപ്പൊ ഒന്നാമത് നമ്മൾ മക്കൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി ചെയ്യേണ്ടത് അവരെ ഓർത്ത് അനുതപിച്ച് പ്രാർത്ഥിക്കണം. അവരുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളെ ഓർത്ത് അനുതപിക്കുക, റിപ്പന്റ് ചെയ്യുക. മാതാപിതാക്കൾ, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ റിപ്പന്റ് ചെയ്യണം, അനുതപിക്കണം. നമ്മൾ അനുതപിച്ച് പ്രാർത്ഥിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം ചില കേഴ്സുകൾ, ചില ശാപബന്ധനങ്ങൾ അറിയാതെയോ നമ്മുടെ കുടുംബങ്ങൾ, തലമുറകളിൽ ആധിപത്യം ഇപ്പോഴും പുലർത്തുന്നുണ്ട് സഹോദരങ്ങളെ. ഈ അനുതാപം വരുമ്പോൾ ആ കെട്ടുപൊട്ടും. കർത്താവിൻ്റെ കുരിശിലെ ബലിയിലൂടെ നമുക്ക് ലഭ്യമായ ആ വിമോചനത്തിൻ്റെ ശക്തിയാൽ നമ്മുടെ തലമുറകളും കുടുംബങ്ങളും നിറയപ്പെടാൻ തുടങ്ങും. പരിശുദ്ധ വചനം പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണമേ. നിയമാവർത്തന പുസ്തകം 28:41, നിയമാവർത്തനം 28:41 പറയാണ്, നിനക്ക് പുത്രന്മാരും പുത്രിമാരും ജനിക്കും, എങ്കിലും അവരെ നിനക്ക് സ്വന്തമായി കിട്ടുകയില്ല. ഇന്ന് അനേകം മാതാപിതാക്കളുടെ യഥാർത്ഥ അനുഭവം പരിശുദ്ധ വചനത്തിൽ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുക. ഇന്ന് അനേകം മാതാപിതാക്കൾ അവർ ഒറ്റയ്ക്കാണ്. വാർദ്ധക്യത്തിലും ജീവിതത്തിൻ്റെ അനേക സമയങ്ങളിൽ അവർക്ക് രോഗം വരുമ്പോൾ, അവർക്കൊരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ, അവർക്ക് ദുഃഖം വരുമ്പോൾ മക്കളില്ല. മക്കൾ പലരും അവരെ വിട്ടുപോയിരിക്കുന്നു. പലരും കുടുംബത്തോടൊരു ഉത്തരവാദിത്തമില്ലാതെ ഓരോരുത്തരും അവരവരുടെ ഭാരങ്ങളിൽ പോയിരിക്കുന്നു. എന്ന് ഒത്തിരിയേറെ മാതാപിതാക്കളെ കരുതുന്ന മക്കളുണ്ട്. അവർ സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും അവർ അവിടെ എല്ലാം ക്രമീകരിച്ച് സ്നേഹിക്കുന്ന, പരിപാലിക്കുന്ന ഒത്തിരി മക്കൾ, എനിക്ക് പല മക്കളെ അറിയാം. ഞാൻ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. എന്നാൽ ഉത്തരവാദിത്തമില്ലാതെ, മാതാപിതാക്കൾ യാതൊരു കൺസേൺ, ഒരു കരുതലുമില്ലാതെ, ഒരു അപ്പനായ അമ്മയെ അവരെ സ്നേഹിക്കാനോ അംഗീകരിക്കാനോ അവർക്ക് വേണ്ടത് നൽകുവാനോ തയ്യാറാകാതെ സഹോദരങ്ങളെ തിന്മയിൽ ജീവിക്കുന്ന, അതൊരു വലിയ ബാധ്യതയായി കണ്ട് ആ വലിയ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ജീവിക്കുന്ന ഒരുപാട് മക്കള്, അതൊരിക്കലും അനുഗ്രഹമല്ല. പരിശുദ്ധാത്മാവ് ആലോചന തരികയാ, നിനക്ക് പുത്രന്മാരും പുത്രിമാരും ജനിക്കും, അവരെ നിനക്ക് സ്വന്തമായി കിട്ടുകയില്ല. പ്രിയ പിതാവേ, മാതാവേ, നമ്മുടെ അവസ്ഥയല്ലേ? പല മക്കൾ നമ്മൾ ഉപേക്ഷിച്ചു പോയി. ഓരോ മാതാപിതാക്കൾ വേണ്ട, എത്ര പെൺപിള്ളാരെ വിശ്വാസത്തെയും സഭയെയും മാതാപിതാക്കളെ കുടുംബത്തെയും തള്ളിക്കളഞ്ഞ് ജഡീകതയ്ക്ക് വേണ്ടി എത്രയോ നമ്മുടെ പെൺകുഞ്ഞുങ്ങള് അവർ അന്യവിശ്വാസത്തിലേക്ക് പോയിരിക്കുന്നു. അന്യവിശ്വാസത്തിലേക്ക്. അവരെ നിനക്ക് സ്വന്തമായി കിട്ടുകയില്ല. സ്വന്തമായി പലരും കഞ്ചാവടിച്ച് മദ്യപിച്ച് ഒരു ഉത്തരവാദിത്വമില്ലാതെ, കുടുംബത്തോടും മാതാപിതാക്കളോട് യാതൊരു സ്നേഹവുമില്ലാതെ മനസാക്ഷി കരിഞ്ഞുപോയി ജീവിക്കുന്ന ആയിരക്കണക്കിന് മക്കൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. എന്റെ മാതാവേ, പിതാവേ, കണ്ണുനീരോട് അനുതപിക്കുക. നമ്മുടെ മക്കളിലേക്ക് ആത്മപകർച്ചയുണ്ടാകാം. അവരെ നിനക്ക് സ്വന്തമായി കിട്ടുകയില്ല. വീണ്ടും പറയാണ് 28:32 നിയമാവർത്തനം 28:32 പറയുന്നു, നിന്റെ കൺമുൻപിൽ വെച്ച് തന്നെ നിന്റെ പുത്രന്മാരും പുത്രിമാരും അന്യജനങ്ങൾക്ക് വിൽക്കപ്പെടും. അന്യ ജനതകൾക്ക്, അതാണ് പ്രണയക്കെണികള്, പ്രണയബന്ധങ്ങള്, അന്യ ജനതകളിലേക്ക്, അന്യവിശ്വാസങ്ങളിലേക്ക് നമ്മുടെ മക്കൾ കാരണം അവർക്ക് വചനമില്ല, ദൈവത്തിന്റെ വചനമില്ല. വചനമുള്ളവരെ തകർക്കുവാൻ പിശാചിന് പറ്റുകയില്ല. യോഹന്നാൻ ശ്ലീഹ സഭയോട് പറയുന്നുണ്ട്, യുവാക്കന്മാരെ, യുവതികളെ, നിങ്ങൾ ശക്തരാണ്,
എന്തെന്നാൽ ദൈവത്തിന്റെ വചനം നിങ്ങളിൽ കുടികൊള്ളുന്നു. ആരിലെല്ലാം വചനമുണ്ടോ അവർ ശക്തരാണ്. ദൈവത്തിന്റെ വചനമുള്ളവർ ആത്മാവിന് ശക്തിയുള്ളവരാണ്, ആത്മാവിന്റെ കൃപയുള്ളവരാണ്, ആത്മാവിന്റെ അഭിഷേകമുള്ളവരാണ്. അവരെ തകർക്കുവാൻ, മലിനപ്പെടുത്തുവാൻ, വഴിതെറ്റിക്കുവാൻ, പാപക്കെണിൽപ്പെടുത്തി അവിടെ ആത്മാവിനെ നശിപ്പിക്കുവാൻ പിശാചിന് സാധ്യമല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വചനമില്ല, അതുകൊണ്ട് അവർ യേശുവിനെ കണ്ടുമുട്ടുന്നില്ല. വചനമില്ലാത്തത് കൊണ്ട് കർത്താവുമായി ബന്ധമില്ല, വചനമില്ലാത്തത് കൊണ്ട് വിശ്വാസമില്ല, വചനമില്ലാത്തത് കൊണ്ട് സഭയോടൊരു പ്രതിബദ്ധതയില്ല. നമ്മുടെ തലമുറകൾക്ക് വന്ന കൊടിയ തകർച്ചയാ ദൈവവചനം നഷ്ടപ്പെടുത്തി കളഞ്ഞ തലമുറ, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ. ഒരുപാട് നമ്മൾ അനുതപിക്കണം, ഒത്തിരിയേറെ നമ്മൾ അനുതപിക്കണം, കണ്ണുനീരോടെ നമ്മൾ അനുതപിക്കണം. അനുതാപത്തിലേക്ക് ദൈവത്തിന്റെ ജനം തിരിച്ചു വരേണ്ട സമയമാണിത്. സഭയ്ക്ക് വേണ്ടി ഒത്തിരി അനുതപിക്കണം നമ്മൾ. നമ്മുടെ കർത്താവ് ഇന്ന് നിന്ദിതനും അപമാനിതനുമാവുക. എന്റെ സഹോദരങ്ങൾ, ഒരുപാട് കർത്താവ് ഇന്ന് വേദനിക്കുന്നുണ്ട് തന്റെ സഭയെ പ്രതി, തന്റെ സഭയിൽ സംഭവിക്കുന്ന ദൈവ നിന്ദകളെ പ്രതി, അതുമൂലം തനിക്ക് കേൾക്കുന്ന നിന്ന അപമാനങ്ങളെ പ്രതി നമ്മൾ ഒത്തിരി അനുദപിക്കണം സഹോദരങ്ങളെ. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി. വീണ്ടും ഒരു വചനം കൂടി നിങ്ങൾ ശ്രദ്ധപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവചനത്തിൽ 51-ാം അധ്യായം 18-19 വചനങ്ങളാണത്. അവൾ പ്രസവിച്ച പുത്രന്മാരിൽ ആരും അവളെ നയിക്കാനില്ല, അവൾ പോറ്റിയ പുത്രന്മാരിൽ, അവൾ പോറ്റി വളർത്തിയ മക്കളിൽ ആരും അവളെ കൈപിടിച്ചു നടത്താനില്ല, ആരും മാതാപിതാക്കളെ കൈപിടിച്ച് നടത്താനില്ല. അവർ ഒറ്റയ്ക്കാണ്, അവർ ഏകാന്തതയിലാണ്, അവർ അനാഥത്വം. നമ്മുടെ എത്ര കുടുംബങ്ങളിൽ മാതാപിതാക്കൾ ഒറ്റയ്ക്ക് കഴിയുന്നത്, ഏകാന്തതയിൽ അനാഥത്വം അനുഭവിച്ച്, മിണ്ടാനും ഒന്ന് ചിരിക്കാനും മനസ്സ് തുറന്നൊന്ന് പങ്കുവെക്കാൻ ആരുമില്ലാതെ ഏകാന്തതയിലും അനാഥത്തിലും കഴിയുന്ന ആയിരക്കണക്കിന് മാതാപിതാക്കൾ ഇന്ന് ക്രൈസ്തവ കുടുംബങ്ങളിലുണ്ട്. സഹോദരങ്ങളെ, അതൊരു വലിയൊരു അനുഗ്രഹമായി ഞാൻ കാണുന്നില്ല, വലിയൊരു അനുഗ്രഹമായി ഞാൻ കാണുന്നില്ല. നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. 19-ാം വചനത്തിൽ പറയാ, ഈ രണ്ട് നൈർഭാഗ്യങ്ങളും നിനക്ക് ഭവിച്ചിരിക്കുന്നു, ഈ രണ്ട് നൈർഭാഗ്യങ്ങളും നിനക്ക് ഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ അനുദപിച്ച് പ്രാർത്ഥിക്കണം. ഇപ്പൊ ചില ശാപക്കെട്ടുകൾ പൊട്ടും. ദൈവകൃപ കടന്നു വരാൻ തടസ്സമായി നിൽക്കുന്ന ബന്ധനത്തിന്റെ കുരുക്കുകളെ പരിശുദ്ധാത്മാവ് അഴിച്ചു കളയും. നമ്മുടെ മക്കളിലേക്ക് കൃപ വ്യാപരിക്കാൻ തുടങ്ങും, വിശ്വാസം പടരാൻ തുടങ്ങും. നമ്മുടെ മക്കളിലേക്ക് വചനത്തിന്റെ ശക്തി ഇറങ്ങിച്ചെല്ലാൻ ആരംഭിക്കും. നമ്മുടെ തലമുറ ആത്മപകർച്ചയിൽ പൂരിതമാകാൻ തുടങ്ങും. നമ്മൾ അനുദപിക്കുമ്പോൾ പിശാചിന്റെ സകല ഹോൾഡുകളും പിടികളും പൊട്ടി പോകുന്നു. റിപ്പന്റ്, അനുദപിക്കണം. ഒരു വചനം കൂടിയും പറഞ്ഞ ഭാഗം വിടുകയാണ്. യെശയ്യാ പ്രവചനം 49:25. ആ പ്രവചന വചനം ശ്രദ്ധിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, എന്തെന്നാൽ നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. നിന്റെ മക്കളെ ഞാൻ രക്ഷിക്കും, നിന്റെ തലമുറയെ ഞാൻ രക്ഷിക്കും. ഇത് പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനമാണ്. പിശാചിന്റെ പിടിയിൽ നിന്ന്, ലോക വഴിയിൽ നിന്ന്, പ്രണയ കുരുക്കുകളിൽ നിന്ന്, തെറ്റായ ബന്ധങ്ങളിൽ നിന്ന്, എല്ലാവിധ ദുഷിപ്പുകളിൽ നിന്ന്, ലോകത്തിന്റെ ജഡമോഹങ്ങളിൽ നിന്ന് നിന്റെ മക്കളെ ഞാൻ രക്ഷിക്കും, ഞാൻ വിമോചിപ്പിക്കും. എത്ര പേര് ഈ വചനത്തിൽ വിശ്വസിക്കുന്നു? അവർ ഉച്ചത്തിൽ കരമുയർത്തി വിളിച്ച യേശുവേ, സ്നേഹത്തോടെ വിളിച്ച് കുടുംബങ്ങളിലേക്ക് ഈ വചനം ഇറങ്ങിച്ചെന്ന് കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കട്ടെ, കുടുംബങ്ങളെ ശുദ്ധീകരിക്കട്ടെ, കുടുംബങ്ങളെ അഭിഷേകം ചെയ്യട്ടെ. ആമേൻ. അവസാനമായി രണ്ടാമത്തെ ആലോചന, തലമുറകൾക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുക. തലമുറകൾക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുക. യെശയ്യാ പ്രവചനം 65-ാം അധ്യായം 24-ാമത്തെ വചനം. എന്താണ് കർത്താവിൻ്റെ വചനം പറയുക? വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരും മുൻപേ ഞാനത് കേൾക്കും. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തി നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം തരും.
നമ്മുടെ കണ്ണുനീര് തുടയ്ക്കും. നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം കിട്ടും. നമ്മുടെ മക്കൾ വിശ്വാസമില്ലാത്തവരാണ്, അവരുടെ വിശ്വാസം ശക്തിപ്പെടാൻ തുടങ്ങും. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 31-32 വചനങ്ങളിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, പത്രോസിലേക്കായി നോക്കിക്കൊണ്ട് പറഞ്ഞത്, ശിമയോൻ ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണമേ. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മാതാപിതാക്കളെ, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടി? വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ, വിശ്വാസം തകർന്നു പോകാതിരിക്കാൻ, വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സത്യവിശ്വാസത്തിന്റെ തലമുറയായി, വിശ്വാസത്തിന്റെ തീനാവുകളായി നമ്മുടെ മക്കൾ കർത്താവിനും സഭയ്ക്കും വേണ്ടി ജ്വലിക്കുന്നവരായി മാറാൻ പ്രിയ മാതാവേ, പിതാവേ, സഹോദര സഹോദരി, നമ്മൾ പ്രാർത്ഥിക്കുക. അഭിഷേകമുള്ള, കൃപയുള്ള, സത്യവിശ്വാസമുള്ള ഒരു തലമുറയെ പരിശുദ്ധാത്മാവ് നമുക്ക് തരും. ഇത് കർത്താവിൻ്റെ പ്രോമിസാണ്. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇത് ആത്മാവിൻ്റെ സ്വപ്നമാണ്. നമുക്കിത് മനസ്സിലാക്കി തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ ആരാധനയിൽ ഈ നിയോഗങ്ങൾ, 100 കണക്കിന് ആൾക്കാരുടെ നിയോഗങ്ങൾ, പേരുകളൊക്കെ അയച്ചു, അനേക നിയോഗങ്ങൾ അയച്ചിട്ടുണ്ട്. ഈ നിയോഗങ്ങൾക്കെല്ലാം വേണ്ടി നമ്മൾ ഈ ആരാധനയിൽ പ്രാർത്ഥിക്കും. 1-2 കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, എൻ്റെ സഹോദരങ്ങളെ, ഈ വരുന്ന വെള്ളിയാഴ്ച 17-ാം തീയതി നമ്മൾ ഉപവാസത്തിൻ്റെ ശക്തി എന്നുള്ളൊരു ശുശ്രൂഷ, നമ്മൾ ഫെബ്രുവരി 10 മുതൽ സഭയിൽ ആത്മാവിൻ്റെ റിവൈവലിന് വേണ്ടി, ഒരു പുതിയ ഉണർവിൻ്റെ കാറ്റ് സഭ മുഴുവൻ ആഞ്ഞടിക്കാൻ വേണ്ടി, നമ്മുടെ സഭ പരിശുദ്ധാത്മാവിൽ ഉണർത്തപ്പെടണം. നമ്മുടെ സഭ പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കപ്പെടണം. സഭയുടെ ആത്മാവായ പരിശുദ്ധാത്മാവിലൂടെ സഭ ശക്തീകരിക്കപ്പെടണം. സഭയിൽ ഐക്യവും സ്നേഹവും ഉണ്ടാവണം. സഭയിൽ വന്നുപോകുന്ന ദൈവനിന്ദകൾ അതിനോർത്ത് അനുദപിക്കുവാൻ ദൈവജനം ഉണർത്തപ്പെടണം. അപ്പം തിരുസഭയുടെ റിവൈവലിന് വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഫെബ്രുവരി 10 മുതൽ ഒരു 21, ഞാനത് പറയുമ്പോൾ അത് കാണിക്കുക, 21 ദിവസത്തെ ഒരു ശുശ്രൂഷ, ഉണർവിൻ്റെ തീ എന്നുള്ള ശുശ്രൂഷ തുടങ്ങുകയാണ്. അപ്പം അതിൻ്റെ മുന്നോടിയായി നമ്മൾ പവർ ഓഫ് ഫാസ്റ്റിംഗ്, ഉപവാസത്തിൻ്റെ ശക്തി, നമ്മൾ ഉപവസിക്കുമ്പോൾ ദൈവജനം ഉപവാസത്തിലേക്ക് തിരിച്ചു വരേണ്ട സമയമായി. പ്രാർത്ഥനയും ഉപവാസവും ദൈവജനത്തിൻ്റെ ആത്മീയ ആയുധങ്ങളാണ്. ഈ ആയുധം ഉപയോഗിച്ച് വേണം നമ്മൾ ശത്രു പിശാചിനെതിരെ പോരാടാൻ, ലോകത്തിനെതിരെ പോരാടാൻ. ഈ ആത്മീയ ആയുധങ്ങളിലൂടെ വേണം നമ്മൾ സഭയ്ക്ക് വേണ്ടി നിലവിളിക്കുവാൻ. അപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ ആത്മാവിൽ നിറയെ. നമ്മുടെ കുടുംബങ്ങളിൽ പല പൈശാചിക അടിസ്ഥാനങ്ങളുണ്ട്. തലമുറകളിൽ, ദേശങ്ങളിൽ, സഭയിൽ സാത്താൻ്റെ ഈ അടിസ്ഥാനങ്ങൾ തകർക്കപ്പെട്ട് അവിടെയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നവമായ അഭിഷേകം ഒഴുകപ്പെടുവാൻ നമ്മെ പ്രാപ്തമാക്കുന്ന അതിനെ ഉള്ളൊരു പ്രിപ്പറേഷൻ, ഒരുക്ക ശുശ്രൂഷയാണ് പവർ ഓഫ് ഫാസ്റ്റിംഗ്. നിങ്ങളെല്ലാവരും ശുശ്രൂഷയിൽ പങ്കെടുക്കണം. സാധിക്കുന്ന ഒരു വെള്ളിയാഴ്ചയാണ്. പറ്റുന്നതുപോലെ നിങ്ങൾ ഉപവസിച്ച് വരണം. ശക്തമായൊരു ആത്മശക്തിയിൽ നമ്മളെല്ലാം നിറഞ്ഞ് സഭയുടെ ഉണർവിന് വേണ്ടി പരിശുദ്ധാത്മ നമ്മളെ ഉപയോഗിക്കാൻ പോവാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാവരും ശുശ്രൂഷകൾ അനേകരെ അറിയിക്കുക. നമ്മൾ 10,000 ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കണം. ഒപ്പം തന്നെ ജനുവരി മാസം 25 മുതലേ നമ്മുടെ ഷെക്കനോസിൽ ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞു, ഒരുപാട് മക്കൾ സാമ്പത്തികമായി തകർന്ന് കണ്ണുനീരിലും ജപ്തി നോട്ടീസുകൾ, കടബാധ്യതകൾ മൂലം വഴിമുട്ടി നിൽക്കുന്നു. പലരും കുടുംബത്തെയും ദേശത്തെയും വിട്ട് അവരെ പലയിടങ്ങളിലേക്ക് മാറിപ്പോയിരിക്കുന്നു. പലരും കടക്കണിയിൽ പെട്ട് വളരെ മാനസിക ശാരീരികമായി തകർന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്കൊരു ബ്രേക്ക് ത്രൂ തരും. അഭിഷേകം നമ്മളെ ഒരു പുതിയ വഴികളിലേക്ക് നമ്മളെ നയിക്കും. നമുക്ക് വേണ്ടി ആത്മാവിൻ്റെ അഭിഷേകം പുതിയ വാതിലുകളെ തുറക്കും. ഫിനാൻഷ്യൽ ഫ്രീഡം തന്ന് നമ്മളെ അനുഗ്രഹിച്ചുയർത്തുവാൻ നമ്മുടെ കർത്താവ് സർവശക്തനാണ്. ഈ 2025 പുതുവർഷത്തിൻ്റെ ഈ പ്രാരംഭ മാസത്തിൽ തന്നെ കർത്താവ് അപ്രകാരമുള്ള ഒരു ശുശ്രൂഷ നമുക്ക് തരികയാണ്. ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകാൻ, ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടി നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ കൂട്ടായ്മകളെല്ലാം സാമ്പത്തിക സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നമ്മുടെ സമ്പത്ത് ദൈവവേലയ്ക്ക് വേണ്ടി നൽകി സാമ്പത്തിക മേഖലകളിൽ നമ്മൾ കൂടുതൽ അനുഗ്രഹിക്കപ്പെടുവാൻ പരിശുദ്ധാത്മ ഒരുക്കുന്ന ശുശ്രൂഷയാണ് മൈറ്റി ഹാൻഡ്സ്. നിങ്ങൾ അത് ആ കാർഡ് നോക്കി, മൈറ്റി ഹാൻഡ്സ്.
അഭിഷേകം നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നവമായ അഭിഷേകത്താൽ സാമ്പത്തിക മേഖലകളിലെ കെട്ടുകൾ അഴിഞ്ഞു മാറുവാൻ സ്വർഗം ഒരുക്കുന്ന ശുശ്രൂഷയാണ് മൈറ്റി ഹാൻഡ്സ്. അത് ജനുവരി 27 മുതൽ 31 വരെ രാത്രി 9 മുതൽ 10 വരെ. അനേകർ ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ചൊരുങ്ങണം. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ തലമുറകളിൽ ഈ അഭിഷേകത്തിന് പ്രവാഹമുണ്ടാകാൻ, ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ, സാമ്പത്തിക സ്വാതന്ത്ര്യത്താൽ നമ്മളെല്ലാം നിറയപ്പെടുവാൻ നിങ്ങളിപ്പോൾ തന്നെ ഒരുങ്ങി പ്രാർത്ഥിച്ച് അനേകരെ ഈ ശുശ്രൂഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. തുടർന്ന് ഞാൻ പറഞ്ഞു, ഫെബ്രുവരി 10 മുതൽ മാർച്ച് മാസം 2-ാം തീയതി വരെ 21 ദിവസത്തെ പ്രാർത്ഥന ഉപവാസ ശുശ്രൂഷയാണ് തിരുസഭയ്ക്ക് വേണ്ടി. സഭയുടെ റിവൈവല്, സഭയിൽ ശക്തമായ ഉണർവിൻ്റെ കാറ്റ് ആഞ്ഞടിക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങൾ ഉണരണം. സമർപ്പിത സമൂഹങ്ങൾ ആത്മാവിൽ ഉണർത്തപ്പെടണം. നമ്മുടെ യുവജനങ്ങളും കുഞ്ഞുങ്ങളും പരിശുദ്ധാത്മാവിൽ അവർ തീ പിടിച്ചവരാകണം. സഭയിൽ ആകമാനം ഉണർവിൻ്റെ കാറ്റാഞ്ഞടിക്കണം. മാനസാന്തരങ്ങൾ ഉണ്ടാകണം, അനുതാപം ഉണ്ടാകണം, പ്രാർത്ഥനകൾ ഉയരണം, ആരാധനകൾ ഉയരണം. അങ്ങനെ സഭ മുഴുവനിലും പരിശുദ്ധാത്മ പ്രവാഹമുണ്ടായി ഒരു പുതിയ പെന്തക്കൊസ്ത, ഈ മഹാജൂബിലി വർഷത്തിൽ ഒരു പുതിയ പെന്തക്കൊസ്തയുടെ തീ സഭ മുഴുവനിലും കത്തിപ്പടരുവാൻ തിരുസഭയ്ക്ക് വേണ്ടി 21 ദിവസങ്ങൾ പ്രാർത്ഥിച്ച് ഉപവസിച്ച് നമ്മളൊരു മനസ്സോടെ ഒരുങ്ങാൻ പോവുകയാണ്. നിങ്ങൾ അതിൻ്റെ പ്രൊമോകളെല്ലാം കാണും. ഇപ്പോൾ തന്നെ നിങ്ങൾ ആ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉപവസിക്കുക. സഭയിൽ ഒരു ഉണർവ് വേണം. സഭ ഇങ്ങനെ പോയാൽ പോരാ. എൻ്റെ സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു റിന്യൂവൽ വേണം, ഉണർവ് വേണം, സഭയ്ക്കൊരു പുതിയ പെന്തക്കൊസ്ത വേണം എന്ന് ആഗ്രഹിക്കുന്ന മക്കൾ, നിങ്ങൾ നിങ്ങളുടെ ആ തീരുമാനം നിങ്ങൾ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയച്ച് നിങ്ങൾ ആ തീരുമാനങ്ങൾ അറിയിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമേ എന്ന് താല്പര്യപ്പെടുകയാണ്. നമ്മൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഒപ്പം തന്നെ എൻ്റെ സഹോദരങ്ങളെ, ഷെക്കേനയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദിനംതോറുമുള്ള ഈ ശുശ്രൂഷയുടെ നടത്തിപ്പിന് വേണ്ടി നിങ്ങളെ പ്രാർത്ഥനയുടെ കരങ്ങൾ നീട്ടിത്തരണം. ഒത്തിരി മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പല ദേശങ്ങളിലേക്ക് വചനവുമായി ചെല്ലുമ്പോൾ സ്നേഹത്തോടെ പലരും പങ്കുവെക്കാറുണ്ട്. നിങ്ങളുള്ള സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. ഒപ്പം തന്നെ സാമ്പത്തികമായ സഹായങ്ങൾ, വലിയ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. സാമ്പത്തികമായ ഞെരുക്കങ്ങളും കഠിനമായ ബുദ്ധിമുട്ടുകളും മൂലം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ ഞാൻ പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പണികളില്ല. അതിൻ്റെ ഫൈനൽ വർക്കുകളാണ് നമ്മുടെ ക്യാൻറ്റീൻ പണി. നമുക്കത് പൂർത്തിയാക്കണം. നിങ്ങളതിനു വേണ്ടി സഹായിക്കണം. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പരിഹാര ചാപ്പൽ അതിനുവേണ്ടി ഒരുങ്ങുകയാണ്. ആ ചാപ്പൽ, പരിഹാര ചാപ്പലിന് വേണ്ടിയുള്ള നിർമ്മാണങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാര്യമായി സഹായിക്കണം. ഒപ്പം തന്നെ ഇതിന് ദിനംതോറുമുള്ള പ്രവർത്തനങ്ങൾ ഇതൊരിക്കലും നിലച്ചു പോകാതെ, പണമില്ലാത്തതിൻ്റെ പേരിൽ ഈ ശുശ്രൂഷ നിന്നു പോകരുത്. കർത്താവിനും കർത്താവിൻ്റെ സഭയ്ക്കും എന്നും ഈ മാധ്യമ ശുശ്രൂഷ ഷെക്കേന ന്യൂസ് അനുഗ്രഹമായി മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സാമ്പത്തികമായ സഹായങ്ങൾ, നിങ്ങളുടെ സപ്പോർട്ടുകൾ ഒത്തിരി സ്നേഹത്തോടെ ചോദിക്കുകയാണ്. നിങ്ങൾ പലരും തരുന്നുണ്ട്. അതുകൊണ്ട് അത് നിന്നു പോണത് ഉപേക്ഷ കാണിക്കാതെ സന്തോഷത്തോടെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നിങ്ങൾ ഉദാരമായിട്ട് ദാനം ചെയ്യുക. കർത്താവ് നിങ്ങളുടെ ആവശ്യങ്ങൾ അനുഗ്രഹിക്കും. സുവിശേഷത്തിന് വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി ആരെല്ലാം എന്തൊക്കെ കൊടുക്കുന്നുവോ അതൊരിക്കൽ നഷ്ടമല്ല. അവിടെ കുടുംബങ്ങളെ, തലമുറകളെ അനുഗ്രഹിച്ച് ഉയർത്തുന്നവനാണ് കർത്താവായ യേശു. നമുക്കത് വിശ്വസിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ കൂടുതൽ പങ്കാളികളാകാം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ.